കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ചെറിയൊരു വെള്ളക്കടലക്കറിയാണ്. എനിക്കറിയാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്, അതുമല്ല എല്ലാവർക്കും അറിയാമെന്നും. പക്ഷേ ഇത് കണ്ടു കൂട്ടുകാരെ, ഇതാണ് ഇവിടെ കിട്ടുന്ന കുഞ്ഞു തക്കാളിക്ക. ഇത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? എനിവേ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ ഉണ്ടാക്കുന്ന വെള്ളക്കടലക്കറിയിലേക്ക് വേണ്ടുന്ന ചേരുവകളാണ് തക്കാളിക്ക് കുനുകുനി അരിയുക, അതിനുശേഷം നമ്മൾ സവോള, അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പച്ചമുളകിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന 5 പച്ചമുളകിന്റെ ഭയങ്കര എരിവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. എനിവേ, ഞാനിപ്പോൾ ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണയെ ചേർക്കുകയാണ്. എണ്ണ ചേർത്ത് കഴിഞ്ഞിട്ട് എണ്ണ ഒന്ന് ചെറുതായിട്ട് പാനിലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. കാരണം എൻ്റെ പാനിൽ എണ്ണ എല്ലായിടത്തും പറ്റുന്നില്ല, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം ഞാനതിലേക്ക് ഒരു ഏലക്കയും ഗ്രാമ്പൂവും ഇടുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേനെ അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പ്ലീസ്. കാരണം ഇപ്പോഴും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. ഇനിയും കുറച്ച് സവാള അതിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം സവാള നല്ലതായിട്ട് വഴറ്റുക. ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. സാധാരണ ഞാനാണെങ്കിൽ നേരത്തെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാറില്ലായിരുന്നു. പിന്നെ കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നത് വഴണ്ട് കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് സാധാരണ രീതിയിൽ കുറച്ച് സമയമെടുത്താണ് സവോള വഴണ്ട് കിട്ടുന്നത്, ഇവൻ ഞാൻ ഉപ്പ് ചേർത്തിരുന്നാൽ തന്നെ. എന്നിരുന്നാലും സവോളയെല്ലാം നല്ലപോലെ ചേർത്തതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിന് ശേഷം ഒരു ദോശയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുന്നുണ്ട്. അത് എനിക്കിവിടെ കണക്കുകളൊന്നുമില്ല കേട്ടോ. എനിക്കിപ്പം ഞാൻ ഒരാൾക്ക് എത്രയാണോ ചെയ്യുന്നത് അത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ അംഗങ്ങൾ കൂടുന്നതനുസരിച്ച് നമ്മുടെ സാധനങ്ങളുടെ എണ്ണവും അതുപോലെ തന്നെ എമൗണ്ടും എല്ലാം കൂടുമല്ലോ. ഇത് ഞാൻ വളരെ കുഞ്ഞതായിട്ട് ചെറുതായിട്ട് വളരെ എളുപ്പ രീതിയിൽ വെക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ കൂട്ടുകാരെ, എൻ്റെ ഈ കടലക്കറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ചാനൽ. എൻ്റെ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് 1 മാസമായി. എന്നിരുന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വളരെയധികം കുറവാണ്. എനിക്കാണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ദയവായി കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുതേ. അങ്ങനെ സവാള ഞാൻ കുറേ നേരം കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഇതിന് കുറച്ച് സമയം വേണമെന്ന്. അങ്ങനെ ഞാൻ ഇതിന് വഴലാൻ വേണ്ടി കുറച്ച് സമയം കൊടുത്തിരിക്കുകയാണ്. എനിവേ, ഇത് പാനിക്കിടന്നൊന്ന് മൂക്കട്ടെ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊക്കെ ഒന്ന് മൂത്തൊരു പരുവമായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുകയാണ്. ഞാനിവിടെ കുഞ്ഞു സവാള ആയതുകൊണ്ട് ഞാനൊരു 4-5 എടുത്തിട്ടുണ്ട്. കുറച്ച് പുളിയും കൂടെ ഇരിക്കട്ടെ എൻ്റെ കടലക്കറിക്കെന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് 2 മുളക് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തുള്ളൂ എന്ന്. പക്ഷേ ഈ മുളക് ഞാൻ ചേർത്ത് കൊടുത്തത് ഇവിടുത്തെ മുളകിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാട്ടിലേക്കാട്ടിലും 5 മുളകിൻ്റെ സാമ്യമാണ് ഇവിടുത്തെ ഒരു മുളകിന്. അത്രയ്ക്കും ഭയങ്കര എരിവാണ്. പിന്നെ ഒരു കാര്യം കൂടി കൂട്ടുകാരെ, ഞാൻ ഈ കറി വെക്കുന്നത് എരിവോടുകൂടിയല്ല. കാരണം ദോശയ്ക്കും ചപ്പാത്തിക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറി വെക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ വെച്ചിട്ടുണ്ട് കറി, പക്ഷേ ഇത് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് വെക്കാൻ പോകുന്നത്. ഇങ്ങനെ നല്ലതായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേന് ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞപ്പൊടി ഒരു എത്ര ടേബിൾ സ്പൂണാണ് എത്ര ടീസ്പൂൺ ആണെന്നൊന്നും ചോദിക്കില്ലേ. ഇതെല്ലാം എൻ്റെ വെറും ഒരു കൈക്കണക്ക് മാത്രമാണ്. മഞ്ഞപ്പൊടി ഇട്ട് ഞാൻ നല്ലപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഈ ഒരു കടലക്കറിയിൽ ഞാനാണെങ്കിലും മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കടലക്കറി ഇച്ചിരി മഞ്ഞിച്ചിരിക്കണമെന്നാണ് ആഗ്രഹം. ഞാൻ ചോറിന് കഴിക്കുമ്പോഴാണ് എനിക്ക് കറി ചുമന്നിരിക്കുന്നതിനോട് താല്പര്യം. അങ്ങനെ ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നല്ലതായിട്ട് മൂത്ത് വരണമെന്ന് എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊടിയുടെ ഒരു പച്ചമണം കാണുമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, സ്റ്റില്ലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് റെഡിയാവാൻ വേണ്ടി. എനിവേ, അങ്ങനെ ഞാൻ ഇളക്കി അതൊരു റെഡിയാക്കും. ആകെ നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ്, എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് മനസ്സിലായി ഞാൻ കുറച്ചതായി കഴിയുമ്പോൾ തന്നെ ഇനി ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ മല്ലി വീണ്ടും മൂത്ത് കുളമാവുമെന്ന്. അതുകൊണ്ട് ഞാൻ നേരത്തെ കടല എടുത്ത് കുക്കറിലിട്ട് അടിച്ചു വെച്ചായിരുന്നു. അപ്പം അതിൻ്റെ
വെള്ളമാണ് ഇപ്പം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വീണ്ടും അതൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കുകയാണ്. ഇളക്കി നല്ല വൃത്തിയായിട്ടൊന്ന് യോജിപ്പിച്ചിരിക്കുകയാണ്. അയ്യോ, ഞാനത് പറയാനായിട്ട് മറന്നുപോയി. ഞാനാണെങ്കിൽ കുറച്ച് കടല എടുത്ത് നേരത്തെ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അത് കുക്കറിനകത്തിട്ട് 2-3-4 വിസിൽ അടിച്ച് വിസിലൊക്കെ ഒന്ന് പോയി റെഡിയാക്കി ഞാൻ മാറ്റി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പക്ഷെ ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചായിരുന്നു, പക്ഷെ അതിന് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞില്ലായിരുന്നു. ആ വെള്ളമാണ് ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. എനിക്ക് മനസ്സിലായി കുറച്ച് നല്ലവന് വെള്ളമൊക്കെ എടുത്ത് കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തെങ്കിലേ എൻ്റെ ഈ കടലക്കറി റെഡിയാവുള്ളൂ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ബാക്കി വന്ന ആ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കുകയാണ്. ഇനി ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നമുക്ക് അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കടല ആഡ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കടലയെല്ലാം ആഡ് ചെയ്തു റെഡിയാക്കി. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കടലക്കറി ഇച്ചിരി കൂടെ കുറുകാനുണ്ട്, വെള്ളം വേണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, കടല കുറച്ചെടുത്ത് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്ത് ആ കടല അരച്ചതാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനിയിപ്പം ഞാൻ നല്ല ചൂടിനെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാനിങ്ങനെ വീഡിയോ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കടല അരച്ച് കഴിഞ്ഞാൽ കടലക്കറിക്ക് നല്ല ടേസ്റ്റും ഒരു കുറുക്കും ഒക്കെ കിട്ടുമെന്ന്. അങ്ങനെ നമുക്കത് ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാമായിട്ടും ഉപയോഗിക്കാൻ പറ്റുമെന്നും കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. എനിവേ അവരൊക്കെ പറയുന്നത് ശരിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇച്ചിരി തേങ്ങാപ്പാലും കൂടി ആയിക്കൂടാ. പിന്നെ ഒട്ടും മടിച്ചില്ല, തേങ്ങ പോയി എടുത്തുകൊണ്ട് വന്ന് തേങ്ങാപ്പാലുണ്ടാക്കി ആ തേങ്ങാപ്പാലും കൂടെ എടുത്ത്. ഇതിൽ 1-ാം പാല് 2-ാം പാലൊന്നും ഇല്ല കേട്ടോ, കാരണം ഈ ഒറ്റപ്പാലേ ഞാൻ എടുത്തോളൂ തേങ്ങയിൽ നിന്ന്. അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഒരുപാട് തിളയ്ക്കാൻ പാടില്ലല്ലോ, ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കടലക്കറി ഒരുപാട് കുറുകി പോകുമെന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് റെഡിയാക്കി അങ്ങനെ അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചു. ഇപ്പോഴും ഞാൻ കടലക്കറി നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ഈ കടലക്കറി നല്ല ടേസ്റ്റി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനിത് തിളപ്പിക്കാനായിട്ട് വിട്ടുകൊടുത്തൊന്ന് തിളച്ച് ഒന്ന് പരുവമായിട്ട് വരുമ്പോഴത്തേനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കേട്ടോ. കാരണം എൻ്റെ കടലക്കറിക്ക് ഒരു ഇച്ചിരി മഞ്ഞക്കുറവുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ എല്ലാം കൂടി ഒന്ന് റെഡിയായപ്പോഴത്തേനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ കടലക്കറി നിങ്ങളിൽ വളരെ സന്തോഷവതിയായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. കാരണം എൻ്റെ കടലക്കറി റെഡിയായി. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും വളരെ സൂപ്പറായി. അതുകൊണ്ടാണ് എനിക്കിപ്പം ഭയങ്കര സന്തോഷമായത്. പിന്നെ ഈ കടലക്കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേനെ ഞാനതിലേക്ക് കുറച്ച് അയ്യോ കൂട്ടുകാരെ, ഞാൻ സത്യത്തിൽ മറന്നുപോയി. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നില്ല. കൂട്ടുകാരെ ഇപ്പൊ കിട്ടി കേട്ടോ. ഐ ആം റിയലി സോറി. ഞാനിതിലേക്ക് ആഡ് ചെയ്ത് അവസാനമായിട്ടൊന്ന് തിള വന്നതിന് ശേഷം കൊടുത്തിരിക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയായിരുന്നു. എനിവേ കടലക്കറി സൂപ്പർ ആയിരുന്നു. എനിക്കാണെങ്കിൽ എത്ര അരച്ചാലും എൻ്റെ ദോശമാവാണെങ്കിൽ റെഡി ആവുന്നില്ല. അങ്ങനെ ഞാൻ ഒരുവിധം ഒന്ന് അരച്ച് റെഡിയാക്കി. ഞാൻ വിചാരിച്ചു അതൊന്ന് റെഡിയായി ഒന്ന് പൊങ്ങി വരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ആരും ചെയ്യാത്തൊരു ടിപ്പ് ചെയ്ത് കൂട്ടുകാരെ, കുറച്ച് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത്. എനിക്കറിയാം ദോശയിൽ ഈസ്റ്റ് ചേർത്താൽ കുളമാകുമെന്ന്. എനിവേ ഞാൻ എന്തുവായാലും കുറച്ച് ഈസ്റ്റും കൂടി ചേർത്ത് 2 മണിക്കൂറിന് മുമ്പേ ചേർത്തതാണ്. പക്ഷെ ഒന്ന് കുറച്ചതായിട്ടൊന്ന് പൊങ്ങി വന്നു. ഇത്രയും ദോശമാവ് എനിക്ക് ഒരു നേരത്തിന് വേണ്ടാത്തത് കൊണ്ട് ഞാനത് കുഞ്ഞതായിട്ടൊരു 3 ഇതാക്കി ഒരു കുഞ്ഞ് ഇതിലോട്ട് തൽക്കാലത്തേന് ഇന്ന് ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാനൊരു കുഞ്ഞു പാത്രത്തിലോട്ടാക്കി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ വീണ്ടും ഒരു പാൻ വെച്ചു. എനിക്ക് എപ്പം ദോശ ചുട്ടാലും വരുന്ന പ്രോബ്ലമാണ് ദോശ ശരിയായി വരാത്തത്. ഇനി ഞാൻ ഇതിലേക്ക് നെയ്യാണ് കേട്ടോ എടുത്തു കൊടുത്തിരിക്കുന്നത്, എണ്ണയല്ല. കാരണം എൻ്റെ കയ്യിൽ ഇപ്പം നെയ്യ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നെയ്യ് ഉപയോഗിച്ച് അങ്ങ് ദോശ ചൂടാവുന്നു. അങ്ങനെ പിന്നെ ദോശ ഞാനാണെങ്കിൽ പാനിലേക്ക് ഒഴിച്ചു. ഇനിയും ഈ ദോശ റെഡിയായി വരുമോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് വരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ദോശ തിരിച്ചിടാൻ പറ്റാത്ത അവസ്ഥ. എത്ര ഞാൻ ട്രൈ ചെയ്താലും ദോശ വരത്തില്ല. എന്തുവായാലും ഒന്ന് മൊരിയുന്നത് വരെ ക്ഷമിച്ചിരിക്കാന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഒന്ന് ഇരുന്ന് പിന്നെ രണ്ടും കൽപ്പിച്ച് ദോശ ഒന്ന് തിരിച്ചിട്ടപ്പോൾ ദോശ റെഡിയായി. അങ്ങനെ എൻ്റെ ദോശയും കടലക്കറിയും റെഡിയായി കൂട്ടുകാരെ.